ഈ ഭൗതികമാകുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളൊക്കെ മത്സരിക്കുന്നത് എങ്കിൽ നമ്മളൊക്കെ ഈ ദീനിന് വേണ്ടി പിന്നെ എന്തിനാ സഹോദരങ്ങളെ മുസ്ലിമാണെന്ന് പറഞ്ഞ് പേരിട്ട് നാമമിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ്? മക്കൾ ഒരു ഭാഗത്തൂടെ പിഴച്ചുകൊണ്ടിരിക്കുക. മക്കളെ വാപ്പമാർക്ക് ഉപദേശിക്കാൻ പറ്റാത്ത കാലഘട്ടം. ഉപദേശിച്ചതാകുന്ന ഒരു വാപ്പയെ പോക്സോ കേസിൽ കൊണ്ടുപോയി കുടുക്കി ഒരു മകൾ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ജയിൽ മോചിതനായി വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ രംഗങ്ങൾ ഈറനണിയിക്കുന്നതാണ്, കണ്ണീര് വരുത്തുന്ന വർത്തമാനമാണ്. സ്വന്തം മകളെ ഉപദേശിച്ചു. അവൾ മറ്റൊരു കാമുകനുമായി രഹസ്യമായി വീട്ടിൽ വന്നുകൊണ്ട് കയറുന്നത് പിടികൂടിയതാകുന്ന പ്രിയപ്പെട്ട പിതാവ് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തതിന്റെ പേരിൽ ഈ പിതാവ് എന്നെ കയറി പിടിച്ചു എന്ന് പരസ്യമായി പറഞ്ഞ് വീട്ടിൽ പോലീസിനെ വരുത്തിയോ. അദ്ദേഹത്തെ വന്ന് കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് തന്നെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന അറിയാത്ത സാധുവായ പ്രായം ചെന്ന മനുഷ്യൻ അവസാനം ഭാര്യ മത്സരിച്ച് പിറകെ പോയിക്കൊണ്ട് അവസാനം കേസ് നടത്തി. 4.5 മാസത്തിന് ശേഷം അദ്ദേഹം ജയിലിൽ മോചിതനായി വീട്ടിൽ വരുന്നു. അഭിമാനം മുഴുവനും ക്ഷതം വന്നുപോയി. അദ്ദേഹം പറയുന്നു, ഈ ഇടയ്ക്ക് എനിക്കൊരു പരോള് കിട്ടി. എന്റെ സ്വന്തം ഭാര്യയുടെ സഹോദരൻ ആങ്ങള വന്നുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പോകുന്ന സമയത്ത് ഞാൻ 3-4 ദിവസം അങ്ങനെ 3-4 മണിക്കൂർ അങ്ങനെ വണ്ടിയിൽ തന്നെ ബാക്ക് സൈഡിൽ കടക്കുന്ന അവസാനം എന്നോട് പറഞ്ഞു, പോകുന്നത് നമ്മുടെ നാട്ടിലേക്കല്ല, നമ്മുടെ നാട്ടിലേക്കും അതിന്റെ പരിസരത്തേക്കും പോകാൻ പാടില്ല എന്ന ജാമ്യവ്യവസ്ഥയിലാണ് കോടതി വിധി വന്നിട്ടുള്ളത്, പരോൾ അനുവദിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, എന്നെ നീ പുറത്തു കൊണ്ടുപോകേണ്ടിയിരുന്നല്ലോ. കാരണം ഏറ്റവും വലിയ നാണക്കേടും മാനക്കേടും ഉണ്ടായി. സ്വന്തം നാട്ടിലേക്ക് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥ. നാട്ടുകാര് സമൂഹം അദ്ദേഹത്തെ ഒറ്റ കണ്ണോടുകൂടി കാണുന്നു. അദ്ദേഹം മോശപ്പെട്ടതാകുന്ന ശൈലി സ്വന്തം മകളോട് വരെ അവലംബിച്ചു എന്ന ശൈലി. എന്തിനാണ്? മകളെ ഒന്ന് ഉപദേശിച്ചതിന്റെ പേരിൽ. ഒരു കാമുകനുമായി കറങ്ങി നടക്കുന്നത് കണ്ട് സ്വന്തം വീട്ടിലേക്ക് അവനുമായി കയറി വരുന്നത് കണ്ടപ്പോ മകളെ മോളെ അങ്ങനെ ചെയ്യരുത് എന്ന് പിതാവ് ഉപദേശിച്ചപ്പോൾ ആ പിതാവിനെ പോക്സോ കേസിൽ കുടുക്കി അദ്ദേഹത്തെ ജയിലിൽ കയറ്റാൻ മടിയില്ലാത്ത പെൺമക്കളാണ് ആധുനിക നവതലമുറയിൽ നമ്മൾ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. എവിടേക്കാണ്? സ്വന്തം വാപ്പയെ കൊണ്ട് ജയിലിടുകയാണ്. ഒരു മടിയില്ല. അതും പോക്സോ കേസ് പറയും, എന്നെ കയറി പിടിച്ചു എന്നൊരു മകള് പറയാൻ. എത്ര വലിയ കള്ളത്തരാണ്. അവസാനം 4.5 മാസം അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് എല്ലാ ചാനലുകളും എടുത്തു കൃത്യമായി പറയുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ തീ തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, മക്കളും സമൂഹവും നാട്ടുകാരും എല്ലാം ഒറ്റപ്പെടുത്തി, കുറ്റക്കാരനായി കണ്ടു. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് അഭിമാനമാണ്. ആ അഭിമാനം നഷ്ടപ്പെട്ടാൽ എല്ലാം പോയി. സമൂഹത്തിലും നാട്ടിലും നാട്ടുകാർക്കിടയിലുള്ള അഭിമാനം നഷ്ടപ്പെട്ടു. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ വീണ്ടും എവിടെയെങ്കിലും പോയി കച്ചവടം ചെയ്തുണ്ടാക്കാം. സഹോദരങ്ങളെ, അഭിമാനം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കൊണ്ടുവരിക, ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരിക വളരെ അസാധ്യമാണ്, വളരെ പ്രയാസകരമാണ്. ആ സഹോദരൻ അല്ലാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ. മനസ്സിന് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. അത്തരത്തിലുള്ള മക്കളിൽ നിന്ന് നമ്മയും സമൂഹത്തെയും നാടിനെയും ലോകരെയും അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ പറയുന്നത് ഇതൊരു പാഠമാണ്. നമുക്ക് ഇതൊരു പാഠമാണ്. ആധുനിക തലമുറ സ്വന്തം മക്കളെ ഉപദേശിക്കാൻ പറ്റാത്ത അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ നന്മകൾ ഉപദേശിക്കുന്നവനുണ്ടാവുകയില്ല, തിന്മയെ തൊട്ട് തടയുന്നവനും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നന്മകൾ കൽപ്പിക്കുന്നവരുണ്ടാവില്ലെന്ന് മാത്രമല്ല, തിന്മ കൊണ്ട് കൽപ്പിക്കുന്നവരുണ്ടാകുമേ, നന്മ കൊണ്ട് തടയുന്നവരുണ്ടാകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തിന്മ കൊണ്ട് കൽപ്പിക്കും, തിന്മ ചെയ്യാൻ കൽപ്പിക്കും, നന്മ ചെയ്യുന്നവനെ തടയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ ഇന്നത്തെ കാലം. പള്ളിയിലേക്ക് ഒരുത്തം പോകുന്നു, നിസ്കരിക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അവനെ തടയാ. ശരിയാണ്, നിൽക്കട, ഇപ്പൊ പോകണ്ട, കാമത്തോട് ഇനിയും സമയമുണ്ട്, 10 മിനിറ്റോടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. പന്ത് കളിക്കാനും മറ്റുള്ള സിനിമ കാണാനും പോകാനാണെങ്കിലോ നേരത്തെ പോയി തിയേറ്ററിൽ ക്യൂ നിൽക്കും. പുതിയ പടം റിലീസ് ചെയ്തു ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നതെന്ന് കാണാൻ വേണ്ടി ചെറുപ്പക്കാര് സുബൈക്ക് മുമ്പ് പോയിരിക്കുകയാണ്. രാവിലെ പോയി ക്യൂ നിൽക്കുകയാണ്. അതിനൊന്നും മണിക്കൂറുകൾക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുന്നതിന് യാതൊരുവിധ മടിയുമില്ല. എന്നാൽ പള്ളിയുടെ അകത്തളത്തിൽ വന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ സുബഹിക്ക് നേരത്തെ അവ്വൽ ജമാഅത്തിന് വരാൻ എത്ര മുസ്ലിമീങ്ങൾ തയ്യാറുണ്ട്? ഒരൊട്ടകത്തെ അറുത്ത് ദാനം ചെയ്യുന്നതിന്റെ കൂലിയാണ് പരിശുദ്ധമായ ജുമാ നമസ്കാരത്തിന് വേണ്ടി അവ്വൽ വഖത്തിൽ വരുന്നവനെന്ന് പഠിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് നീ പഠിച്ചതാ. ഇന്ന് വരെ വയസ്സ് 30 കഴിഞ്ഞ് 40 കഴിഞ്ഞ്
കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70-ലെത്തി. ഇന്ന് വരെ ഏതെങ്കിലും ഒരു വക്കത്ത് സുബഹി നമസ്കാരാനന്തരം പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂട്ടിയിട്ട് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തതെന്നാന്റെ പ്രതിഫലം കരഗതമാക്കാൻ മുസ്ലിമീങ്ങളിൽ ചങ്കൂറ്റമുള്ളതാകുന്ന ഏതൊരു സഹോദരന് സാധിച്ചിട്ടുണ്ട്? നമുക്കതിനും സമയമില്ല. നേരെ മറിച്ച് പടം റിലീസ് ജുമാടെ ദിവസമായിരുന്നാലും ഏത് ദിവസമായിരുന്നാലും 12 മണിക്ക് പടം റിലീസാണെങ്കിൽ സുബഹിക്ക് മുമ്പ് പോയി തിയേറ്ററിൽ ക്യൂ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പാലഭിഷേകം നടത്തും, തേനഭിഷേകം നടത്തും. ശേഷം ഇറങ്ങി വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കും. അല്ലോ, ഒന്ന് കാണേണ്ട പടം തന്നെയാണ്. തട്ടവിട്ട താത്തയാ പറയുന്നത്. നല്ല പടമാണ്, എന്റെ മോനെ അഭിനയിച്ചു. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് നമ്മുടെ തലമുറ പോകുന്നത്? ഇതാണ് ലോകം. ഇതിനെതിരെ സംസാരിക്കുന്നവരെ ചെറുതാക്കി കാണുകയും അവരെന്തേ ലോകം തിരിഞ്ഞില്ലേ 2026 മൂല്യാരെ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് ഈ സമൂഹം എത്തി. അങ്ങനെ പറഞ്ഞുകൊണ്ടിടുന്നതാകുന്ന ആളുകൾക്ക് ലൈക്ക് കൂടുന്ന കാലഘട്ടത്തിലേക്ക് സമുദായം എത്തി. ദീൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സത്യത്തിനെതിരെ സത്യം വിളിച്ചു പറയുന്ന ആളുകൾക്ക് പരിപൂർണമായി ഒഴിവാക്കി മോശം പറയുന്ന ആളുകൾക്ക് പിന്നിൽ അണിനിരക്കുകയും ഹാസ്യങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്ന കാലഘട്ടം. എപ്പോഴും ജീവിതം കളിതമാശയായി കൊണ്ടുപോവാൻ. ഞാൻ ചോദിക്കട്ടെ, വയസ്സിത്രയായില്ലേ? ഇനിയെങ്കിലും ഒന്ന് നന്നാവണ്ടേ? ഇനിയെങ്കിലും ഒന്ന് നിസ്കാരത്തിലേക്ക് വരണ്ടേ? ഇത്രയും കാലം നിങ്ങൾ കളിച്ചു, രസിച്ചു, രമിച്ചു, ഭൗതിക ലോകത്ത് നിങ്ങൾ അഭിരമിച്ചു, അല്ലാഹുവിനെ മറന്ന് ജീവിച്ചു. ഇനിയെങ്കിലും നിങ്ങളൊന്ന് നന്നാവണ്ടേ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ, പ്രവാചകരിൽ വിശ്വസിക്കുന്നവരെ, അംബിയാ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നവരെ, മലായിക്കത്തുകൾ വിശ്വസിക്കുന്നവരെ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരെ, വിശ്വാസകാര്യങ്ങൾ പരിപൂർണമാക്കി ജീവിക്കുന്നവരെ, ലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അല്ലാഹയെ മറന്ന് ജീവിച്ചതായ ആളുകളുണ്ട്. ഫിർഔനുണ്ട്, ഹാമാനുണ്ട്, നമ്രൂദുണ്ട്, കഴിഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട്. അവരെ പോലെ നിങ്ങൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കല്ലേ, ജീവിക്കല്ലേ. ലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും. അങ്ങനെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നവരെ സ്വന്തത്തിന്റെ കാര്യം തന്നെ മറക്കുകയാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കരുണയോടുകൂടി നോക്കില്ല. കാരണം അവർ ജീവിതത്തിൽ നിസ്കാരമില്ലാത്തവരാ, ഖുർആനോത്തില്ലാത്തവരാണ്, ദിക്റില്ലാത്തവരാണ്, ആലിമീങ്ങളെ ബഹുമാനിക്കാത്തവരാ. എപ്പോഴും സിനിമയിലും സീരിയലിലും മോശപ്പെട്ട പാട്ടുകൾ കേട്ടുകൊണ്ട് ഈ ദുനിയാവിൽ അഭിരമിച്ചതായ ആളുകളല്ലേ. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവരാണ് തെമ്മാടികൾ, അവർ ഏറ്റവും മോശപ്പെട്ടതായ ആളുകളാണ്, അവർ നരകാവകാശികളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹയെ മറന്ന് ജീവിച്ചാൽ അല്ലാഹ് മറക്കും നമ്മളെ. നാളെ മഹ്ശറിൽ ഒരു നിലയ്ക്കും നമ്മളെ രക്ഷപ്പെടുത്തൂല, ഒരാൾ പോലും നമ്മളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവൂല. അവിടെ നമ്മളെ കൈപിടിക്കാനുള്ള ഒരേ ഒരു വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ പ്രവാചകരെ മഹബത്ത് വെച്ചോളി, ആ നബിയെ ഇഷ്ടം വെച്ചോളി. എങ്ങനെ ഇഷ്ടം വെക്കണം? സ്വഹാബത്ത് ഇഷ്ടം വെച്ചതുപോലെ ഇഷ്ടം വെക്കാൻ പരിശ്രമിക്കണം. അത്ര തന്നെ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് യാത്ര തിരിഞ്ഞ് നബി തങ്ങൾ അവിടുത്തെ ചെരുപ്പൊന്ന് ഊരി വെക്കുമ്പോൾ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ചെരുപ്പ് കയ്യിലെടുക്കുകയാണ്. വേഗം തന്നെ ബഹുമാനപ്പെട്ടവരെ തന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ലോക്ക് ചെയ്യുകയാണ്, സൂക്ഷിക്കുകയാണ്.
നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പെടുക്കാൻ വേണ്ടി നിലകൊള്ളുമ്പോ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്കതിന് സഹായകമായി ആരാണുള്ളത്? റസൂലുള്ളാഹിന്റെ ചെരുപ്പെടുക്കാൻ പോലുമുള്ള ഭാഗ്യമില്ലാത്തവരായി മാറുകയില്ലേ? നബിയുടെ കാര്യങ്ങൾ ചെയ്യാൻ നൂറുകണക്കിന് സഹാബത്താണ്. നബി ഇഷ്ടം വെച്ചവരാണ് ലോകം മുഴുവനും. ദിനേന ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി മദീനയിലെ രാജകുമാരന്റെ ഇഷ്ടം വാങ്ങിയെടുത്തവരാണ് മുൻഗാമികൾ. ഇന്നുമുണ്ട് അത്തരക്കാർ, ഇന്നുമുണ്ട് സഹോദര സഹോദരിമാർ. ദിനേന ആയിരക്കണക്കിന് സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിൽ ആരാ അങ്ങനെയുള്ളത്? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. നമ്മുടെ വടകര ഭാഗത്തുള്ളതാകുന്ന ഒരു ഉസ്താദിന്റെ അടുക്കൽ ഏതാനും ഉസ്താദുമാർ ചെന്നിട്ട് ഒരു ദുആ വസിയ്യത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ബുക്ക് കാണിച്ചിട്ട് പറഞ്ഞു, ആ ബുക്കിൽ എഴുതിയിടാൻ പറയും. ദുആ വസിയ്യത്ത് നിങ്ങളുടെ പേരും എന്താണ് ദുആ വസിയ്യത്ത് എന്നുള്ളത് എഴുതുക. അപ്പൊ അവര് ചോദിച്ചു, എന്താ ഉസ്താദ് അങ്ങനെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ ദുആ ചെയ്യൂല, രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം ദുആ ഇറക്കും. ഞാൻ ഉസ്താദിന്റെ പേരും സ്ഥലവും ഒന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നാളെ രാവിലെ തന്നെ വണ്ടി വിളിച്ച് അങ്ങോട്ട് പോയിട്ട് അങ്ങേരെ ഇടങ്ങേറാക്കും. അല്ലാഹു നമ്മളെ അങ്ങനത്തെ ആളുകളുണ്ട്. അദ്ദേഹം പറയുന്നത്, പേരും നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ആ ബുക്കിൽ എഴുതിയിട്ട് ഒരു ബുക്ക് എടുക്കാൻ, ആ ബുക്ക് എഴുതിയിട്ട് പ്രായം ചെന്ന ഉസ്താദ് വിറയാർന്ന കൈകളോടുകൂടി ബുക്ക് എടുത്തു കൊടുത്തു. അവരെ പേരും അവരുടെ ഉദ്ദേശങ്ങളും എഴുതി വെക്കാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ വന്നവരൊക്കെ അതേപോലെ ഉദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, രാവിലെ തഹജ്ജുദിന് ഞാൻ എഴുന്നേക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഔറാദുകൾ പറഞ്ഞു. അദ്ദേഹം ധാരാളം സ്വലാത്തുകൾ ചൊല്ലും, ദിനേന 1000 സ്വലാത്ത് ചൊല്ലും. സൂറത്തുൽ ഇഖ്ലാസ് 313 ആയിരത്തോളം വരുന്നതാകുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അതേ സമയത്ത് തന്നെ സൂറത്തുൽ ഫാത്തിഹ 100 ഓതും. എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റ് 2 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് 1000 സ്വലാത്ത്. 313 സൂറത്തുൽ ഇഖ്ലാസ്, 1000 സ്വലാത്ത്, 100ഓളം സൂറത്തുൽ ഫാത്തിഹ ഡെയിലി. എന്നിട്ട് ഓതിയിട്ട് അത് വായിക്കുന്നത്. എങ്ങനെ ഉത്തരം കിട്ടാതിരിക്കും? നമ്മൾ ഈ സമയത്ത് എന്താ പരിപാടി? 1000 വട്ടം, 313 വട്ടം. ഇത് നമ്മുടെ പരിപാടി. വാ തുറന്നു വെച്ച് പിന്നെ വേണം 100 വട്ടം ബാത്റൂമിലും പോയിട്ട് വന്നിട്ടുണ്ട്. അല്ലാഹു മുളക്കാക്കട്ടെ. നമ്മളിതാ പരിപാടി. വേറെ എന്താ പരിപാടി? രാത്രിയിൽ എന്താ പരിപാടി? പുറത്ത് കറങ്ങി നടക്കുക. ഇതെന്നെ പരിപാടി. ഇന്നത്തെ സമുദായത്തിന്റെ ഏറ്റവും വലിയ പരിപാടി ഇതാ. മഗ്‌രിബിന്റെ സമയം മുതൽക്ക് രാത്രി 2 മണി വരെ നമ്മുടെ കൗമിനെ കാണണമെങ്കിൽ വീട്ടിലല്ല സെൻസസ് എടുക്കേണ്ടത്. എവിടെ വരണം? കടപ്പുറത്ത് വന്നാൽ മതി. നമ്മുടെ കൗമെല്ലാം ഇവിടെ ഉണ്ട്. സെൻസസ് എടുക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരോട് പറയണം, മുസ്ലിം സമുദായത്തിന്റെ കൗമിനെ കാണാനാണോ? എന്നാ പുറത്ത് കടപ്പുറത്തുണ്ട്, അതുപോലെ കുഴിമന്തി കടയിലുണ്ട്, കിഴിപൊറോട്ടയിലുണ്ട്, എല്ലാ കടയിലും ഇരിപ്പുണ്ട്. നമ്മുടെ കൗമ മുഴുവൻ ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്താണ്. വീട്ടിലാരും ഇല്ല. പിന്നെ എങ്ങനെ കളവ് നടക്കാതിരിക്കും? പിന്നെ എങ്ങനെ വീട്ടിൽ കവർച്ച നടക്കാതിരിക്കും? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖറബത്തി ശംസു യന്തശിറു ശയാതീനു ഫഖതഫൂ സിബിയാനകും വഹബിസൂ മവാശിയകും. രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കുന്നതായ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ചെറിയ മക്കളെ വീട്ടിനുള്ളിൽ പിടിച്ചു വെക്കണേ. നിങ്ങളുടെ മൃഗങ്ങളെ, ആടുമാട് ഒട്ടകങ്ങളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി ബന്ധിക്കുകയും ചെയ്യണേ. എന്തേ കാരണം? ഇദാ ഖറബത്തി ശംസു യന്തശിറു ശയാതീൻ. സൂര്യൻ അസ്തമിക്കുന്നതായ സമയത്ത് പുറത്തിറങ്ങി നടന്നാൽ പിശാച് പരക്കുന്ന സമയമാണ്, പിശാച് പാറി നടക്കുന്ന സമയമാണ്. മക്കൾക്ക് പൈശാചിക ബാധയുണ്ടാകാൻ അത് ഹേതുവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നിപ്പോ ചെറിയ മക്കളടക്കം ഏർവാടിയിലും മക്കാമുകളിലൊക്കെ പോയി നോക്ക്, പൈശാചിക ബാധയേറ്റിട്ട് ശൈത്താനീയത്തിന്റെ പ്രവർത്തനവുമായി നിൽക്കുന്നതായി കാണാം. നമ്മൾ ചിലതൊക്കെ കാണുമ്പോൾ ഓർക്കും പടച്ചവനെ ഉടായ്പാണെന്ന്. അല്ല, ചിലതൊക്കെ ഇങ്ങനെ കടന്ന് ഓടുക, മണ്ണിലൂടെ കടന്ന് ഉരുളുക മണിക്കൂറുകളോളം. പിശാച് ബാധയേറ്റിട്ട് തല അവിടെ ഇട്ടിടിക്കുന്നു, ഇവിടെ ഇട്ടിടിക്കുന്നു. പൈശാചിക ബാധയേറ്റിട്ടുള്ള കുടുംബങ്ങൾക്കറിയാം അവരുടെ വിഷമം. എത്ര വർഷങ്ങളായി ചികിത്സിക്കുന്നു. ചെറുപ്പത്തിലുണ്ടായ സംഭവങ്ങളാണ്. ചെറിയ കുട്ടികളെ വൈകിട്ട് ഈ സമയത്ത് നിങ്ങൾ പുറത്തിറക്കരുത്. നമ്മുടെ മക്കൾ, ചെറിയ മക്കളുമായിട്ട് ദമ്പതികളെല്ലാം കടപ്പുറത്താണ്. എല്ലാവരും മിക്ക ഫുഡ് കഴിക്കുന്ന ഹോട്ടലുകളിലാണ്. ആ സമയത്താണ്.
ആ സമയം വളരെ ശ്രദ്ധിക്കണം. ഇദാ ഖുർബത്തി ശംസു ഹദീസാണ്. യന്തശിറു ശയാതീനു ഫഖ്തഫു സിബിയാനകും വഹ്ബിസു മവാശിയകും. നിങ്ങളുടെ നാൽക്കാലികൾ ആടുമാടുകളൊക്കെ വളർത്തുന്നവർ അതിനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും മേയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അതിന്റെ ആലയിൽ ബന്ധിക്കണം. നേരത്തെ തന്നെ മഗ്രിബിന് മുമ്പ്. നബിയുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹ്ബിസും അവാശിയൊക്കെ. കാരണം ഈ ആടുമാടും ഒട്ടകങ്ങൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാകാം. ചിലത് കിടന്ന് ഭയങ്കര കരച്ചിൽ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ടല്ലേ രാത്രി. നേരത്തെ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്ത് അതിന്റെ ആലയിൽ ബന്ധിക്കണം. അവിടെ ഇവിടെ മേയാൻ വിടരുത് രാത്രിയിൽ. വഹ്ബിസു മവാശിയക്കും വഖ്തഫു സിബിയാനക്കും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നേരത്തെ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നിരുത്തുകയും വേണം. അതുകൊണ്ടാണ് മഗ്രിബിന്റെ സമയത്ത് ഒന്നിച്ചിരുന്നിട്ട് ദിക്ർ ചെല്ലാൻ പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ കുല്ലി യൗമിൻ 100 മറ ഗുഫിറ ലഹു. ആരെങ്കിലും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഇരുന്ന് ചെല്ലിയാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന മാത്രം ചെല്ലി ഒരാൾ 100 എണ്ണം എല്ലാ ദിവസവും തസ്ബീഹ് പിടിച്ച് അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രം, വേറെ ഒന്നും വേണ്ട. ഒരാൾ 100 വട്ടം ദിനേന ചെല്ലിയാൽ ഗുഫിറ ലഹു, പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മഗ്രിബിന് തൊട്ടു മുമ്പ് അങ്ങനെ ഇരുന്ന് ചെല്ലിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ പോയി. ഇന്ന് പള്ളിയിൽ പോലുമില്ല. പള്ളിയിൽ ആരെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ചൊല്ലിക്കൊടുക്കാൻ ആളില്ല. എന്തിനും മൗലിദിന്റെ സദസ്സുകളിൽ ആളില്ലാതെ പോയല്ലോ. സുന്നികളായ നമ്മൾ തന്നെ എല്ലാ വിഷയത്തിലും മുൻപന്തിയിലൊക്കെ നബിദിന റാലി നടത്തും സംഭവങ്ങളൊക്കെ ഉണ്ട്. മൗലിദിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ കുറഞ്ഞു. എല്ലാം വെളിയിലാണ്. ചീരണി എടുക്കുന്ന എവിടെയാണ്? നല്ല പൊറോട്ട അടിക്കുന്ന സ്ഥലത്ത് ആചാര്യം പോയി നിൽക്കുകയാണ്. നല്ല നെയ്ച്ചോറും സംഭവം ഉണ്ടെങ്കിൽ ആചാര്യ അവിടെയാണ്. വിറക് പുരയിലാണ് ഹാജിയാരുടെ സ്ഥാനം. അല്ല, പള്ളിയുടെ ഉള്ളിൽ മൗലിദിന്റെ സദസ്സുണ്ടോ, വീട്ടിന്റെ ഉള്ളിൽ മൗലിദിന്റെ സദസ്സുണ്ടോ, അവിടെ ഇരിക്കണം, ആ സദസ്സിൽ പങ്കെടുക്കണം. അതിലാണ് ഖൈർ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ സദസ്സിൽ ഭാഗവാക്കാകണേ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശറഹ് ശമാഇലിൽ രേഖപ്പെടുത്തി വെച്ചതായ വസ്തുതകളെ മഹാനായ മർഹൂം ശൈഖുനാ തഅവാ ഉസ്താദ് റഹിമഹുല്ലാഹ് അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ആദരവായ പ്രവാചകരുടെ മദ്ഹ് നിങ്ങൾ ചൊല്ലണേ. പള്ളികളിൽ മാത്രമല്ല വീടുകളിലും പാരായണം ചെയ്യണേ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ മക്കളെ ചേർത്തിരുത്തിയിട്ട് മഖൂസ് മൗലിദ് പാരായണം ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ തയ്യാറാവണേ. അതിലെ ഒരു ഹിക്കായത്തെങ്കിലും എടുത്തുദ്ധരിച്ച് ആ ബൈത്തുകൾ ചൊല്ലിക്കൊണ്ട് ബറക്കത്തെടുക്കണേ. കള്ളന്റെ ശല്യം പരിപൂർണമായി ഒഴിവാകും. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയ തൊട്ട്, നിങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മാരണങ്ങളെ തൊട്ട്, എല്ലാവിധമാകുന്ന മോശമാകുന്ന മുസീബത്തുകളില്ലയോ, എല്ലാവിധമാകുന്ന ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ്. നബിയുടെ മദ്ഹ് ചൊല്ലിയാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് മോശപ്പെട്ട കവിതകളെ ചൊല്ലിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ നിലകൊള്ളുമ്പോ അവർക്ക് എതിരിൽ മനോഹരമായ കവിതാ ശകലങ്ങൾ തീർക്കുകയാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആരാണ് നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് പാടുന്നത്? പ്രസിദ്ധനായ സ്വഹാബിയല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്. ഹജൗത മുഹമ്മദൻ ഫഅജിബ്തു അൻഹു فعند الله في ذاك الجزاء.
ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയാ റസൂലുള്ളാഹി ശീമതുൽ വഫാഉ. നബി തങ്ങൾക്ക് എതിരിൽ മോശപ്പെട്ട കവിത ചൊല്ലി നബിയെ ആക്ഷേപിച്ചതാകുന്ന ആളുകൾക്ക് എതിരിൽ മനോഹരമായ വർണ്ണനയുള്ള കവിതകൾ ചൊല്ലി നബിയെ പുകഴ്ത്തുകയാണ് സ്വഹാബി. ഹജൗത മുഹമ്മദൻ, നീയല്ലേ നബിയെ ആക്ഷേപിച്ചുകൊണ്ട് മോശപ്പെട്ട കവിതകൾ ചൊല്ലിയത്, എന്നാൽ ഫഅജിബ്തു അൻഹു, നിനക്ക് ഞാനിതാ മറുപടി നൽകുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ ആക്ഷേപിച്ചതാകുന്ന ആളുകൾക്ക് ഞാനിതാ കൃത്യമായി മറുപടി നൽകുന്നു. ഹജൗത മുഹമ്മദൻ ഫഅജിബ്തു അൻഹു ഫഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ. നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് പ്രകീർത്തിക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ്. ഉറപ്പായും എനിക്കതിൽ പ്രതിഫലം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ടാണ് ആക്ഷേപിക്കുന്നവരിൽ ഞാനിതാ മറുപടി നൽകുന്നത് എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയാ, നീ ആരെയാണ് ആക്ഷേപിച്ചതെന്നറിയുമോ? ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. ലോകത്തുള്ള സർവർക്കും എല്ലാ ഗുണങ്ങളിലേക്കും എത്താനുള്ള ആൾ ഈ വ്യക്തിയാണ്. എല്ലാ ഗുണകാംക്ഷമാകുന്ന പ്രവർത്തനങ്ങളിലേക്കും ജനങ്ങളെ എത്താനുള്ള ഹേതു ഈ വ്യക്തിയാണ്. അദ്ദേഹം തഖിയാണ്, അദ്ദേഹം നഖിയാണ്, പരിശുദ്ധനാണ്. എല്ലാ നന്മകളും ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ്. എല്ലാ തിന്മകളെയും തടയുകയും അത് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയാ റസൂലുള്ളാഹി ശീമതുൽ വഫാഉ. ഇതെന്റെ പ്രവാചകരാണ്. ആ പ്രവാചകരുടെ ശൈലി ഏതെന്നറിയുമോ? എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. വാഗ്ദത്ത ലംഘനം നടത്തുന്ന വ്യക്തിയല്ല, വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പാടുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ ആലപിക്കുകയാണ്. അറിയണേ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തതാകുന്ന ഈ സ്വഹാബിക്ക് വേണ്ടി മദീന പള്ളിയിൽ തന്നെ ഒരു മിമ്പർ തന്നെ സ്ഥാപിച്ചു കൊടുത്തു. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നബിയെ മദ്ഹ് ചെയ്ത ഈ വ്യക്തിക്ക് വേണ്ടി ഒരു മിമ്പർ തന്നെ മദീന പള്ളിയിൽ സ്ഥാപിച്ചു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചില ആളുകൾ പറയാറുണ്ട് നബിയുടെ കാലത്ത് മൗലിദില്ലായിരുന്നു. അത് വിവരമില്ലാത്ത ആളുകളാണ്. ബിസ്മില്ലാ. എല്ലാവരും ഒന്ന് ബക്കറ്റ് വിരിവ് കരിശമാക്കുക. അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കാൻ നമ്മുടെ മക്കളെല്ലാം അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ, ആബിദീങ്ങൾ ചേർക്കട്ടെ. റസൂലുള്ളാഹിനോടുള്ള ഇഷ്കും അനുരാഗവുമുള്ളവരായി അല്ലാഹു നമ്മളെല്ലാം കബൂലാക്കുമാറാവട്ടെ. ഈ റബീഉൽ അവ്വലിൽ നമ്മൾ കൊടുക്കുന്ന സദഖ ഏറ്റവും മനോഹരമായ സദഖയായി അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നബിയോട് മഹബത്ത് വെച്ച് ഒരുമിച്ച് കൂടിയ ഒരു വേദി കൂടിയാണ് നമ്മുടെ ഈ സദസ്സ്. അല്ലാഹു റസൂലുള്ളാഹിയോടുള്ള ഇഷ്ക് അനുരാഗം നമ്മളിലും നമ്മുടെ സന്താന പരമ്പരകളിലും കൂട്ടുകുടുംബാദികളിലും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. എല്ലാവരും കൊടുക്കട്ടോ. ബിസ്മില്ലാ. നിങ്ങൾക്കറിയാമല്ലോ നിയ്യത്ത്. നമ്മുടെ പള്ളിയുടെ പണി അൽഹംദുലില്ലാ പുനരുദ്ധാരണം തുടങ്ങിയിരിക്കുകയാണ്. അത് മനോഹരമായ നിലയിൽ നമുക്കത് പൂർത്തീകരിക്കണം. കോടികൾ നമുക്കതിന് അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായ സദഖ നൽകുക. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു മുസല്ല 25,000 രൂപയാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ നൽകാൻ പറ്റുന്നവർ ഈ സദസ്സിലുണ്ട്. ഒരു പവൻ സ്വർണം കൊടുത്തുകൊണ്ട് പള്ളിക്ക് വേണ്ടി കൊടുത്ത് സദഖ ചെയ്യാൻ പറ്റുന്ന സഹോദര സഹോദരിമാർ ഈ മജ്‌ലിസിലുണ്ട്. 25,000-വും 10,000-വും 5,000-വും അടക്കം നമ്മളെ കൊണ്ട് പറ്റുന്ന തുകകളൊക്കെ നൽകി ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ ഭാഗമാക്കാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമേ ഉണർത്തുന്നത് കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ് നേരത്തെ തന്നെ അതിനുവേണ്ടി സജ്ജരാകണമെന്ന് ഉണർത്തുകയാണ്. ദുആ ചെയ്യപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മൾ നൽകിയിട്ടുള്ള എല്ലാവരുടെയും സദഖകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ.
ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മേവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് ചൊല്ലുന്നതായ ആളുകൾ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് തെറ്റുപറ്റി. ഇഷ്ടം പോലെയുണ്ട്. അന്നാണ് മദഹ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്തതുപോലെ സ്വഹാബത്ത് പ്രകീർത്തിച്ചതുപോലെ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചെറുക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ഓദിക്കോ. മൗലിദിന്റെ സദസ്സൊക്കെ കാണുമ്പോൾ നിസാരമായി കാണണ്ട. നമ്മുടെ പള്ളികളിൽ വീടുകളിലൊക്കെ മൗലിദിന്റെ സദസ്സ് സജീവമാകണം. 1 മുതൽ 30 വരെ ഓതുന്ന ഒരു ശീലമാണ് മലബാറുകാർക്കുള്ളത്. അങ്ങനെ തന്നെ വരണം. ആ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം പോരാ, എപ്പോഴും ഉണ്ടാവണം ആ സ്നേഹം, എപ്പോഴും ഉണ്ടാകണം ആ പറച്ചിലും ആ ചരിത്രങ്ങൾ പഠിക്കലും. ഇത്തരത്തിലുള്ള ഗദ്യപദ്യ സമ്മിശ്രമായ പ്രവാചകരുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മനോഹരമായ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മൗലിദ് ഗ്രന്ഥങ്ങൾ എപ്പോഴും നമ്മൾ പാരായണം ചെയ്യണം. അതിൽ നമുക്ക് ഖൈറേ ഉള്ളൂ, അതിൽ നമുക്ക് ബറക്കത്തേ ഉണ്ടാവുള്ളൂ. നമ്മുടെ കുടുംബജീവിതം ബറക്കത്തുണ്ടാകും. മക്കളൊക്കെ സ്വാലിഹീങ്ങളായി തീരും. കുടുംബത്തെയൊക്കെ ചേർത്തിരുത്തിയിട്ട് ശാമകരിബിനിടയിൽ ഒരു ഹിക്കായത്തെങ്കിലും ഓതി ആ പദ്യങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു ശീലം നമുക്ക് വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാദാസീത മനുഷ്യനായി കാണല്ലേ. എത്രയെത്ര മുഅ്ജിസത്തുകളാണ്, എത്രയെത്ര അമാനുഷികമായ സംഭവങ്ങളാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ നല്ല വിശപ്പ്, എനിക്ക് കഠിനമായ വിശപ്പുള്ള സമയം. അദ്ദേഹം അടക്കം പ്രസിദ്ധരാകുന്ന 70ഓളം സ്വഹാബത്ത് അഹ്ലുസ് സുഫയുടെ ആളുകളാണ്. നിങ്ങളൊക്കെ ഉംറ ചെയ്തിട്ടുണ്ടാവും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും. ഹജ്ജ് ഉംറയും ചെയ്ത ആളുകളൊക്കെ ഒന്ന് കൈയുയർത്തിക്കേ. എത്ര പേരുണ്ട് നോക്കട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ വീണ്ടും പോകാൻ തൗഫീഖ് നസീബാക്കട്ടെ. പോകാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അനധിവിദൂര ഭാവിയിൽ അടുത്ത വർഷം തന്നെ ഹജ്ജിനും ഉംറയ്ക്കും എല്ലാം അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഈ വർഷമൊക്കെ ഹജ്ജിന് വേണ്ടി കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. മദീനയിലെത്തിയാൽ നമ്മൾ റൗള സന്ദർശനം നടത്തും. പുണ്യ റൗളയിലേക്ക് നമ്മൾ കയറുമ്പോൾ ആ ബാബു നിസാ എന്നെഴുതപ്പെട്ട വാതിലിലൂടെ അകത്തേക്ക് കയറി ഇടത് ഭാഗത്തായിട്ട് ഒരു ചെറിയ തട്ട് നമ്മൾ കാണുക. ഈ സ്റ്റേജിന്റെ വലിപ്പം ഉള്ളതുപോലെ ഒരു തട്ട് കാണും. എന്താണത്? സുഫത്തിന്റെ അഹ്ലുകാർ, അഹ്ലു സുഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചുകൊണ്ട് നബി തങ്ങളോടൊപ്പം നിലകൊണ്ടവർ. നബിയാണ് അവർക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. പല സ്വഹാബത്തിന്റെ വീട്ടുകളിലേക്കും പലരെ ഏൽപ്പിച്ചു. തനിക്ക് കിട്ടുന്നതായ സദഖയിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നൽകിക്കൊണ്ടും പ്രിയപ്പെട്ട ഹദിയായി കിട്ടുന്നതായ സർവ്വതും പ്രിയപ്പെട്ട അനുയായികൾക്ക് ഭക്ഷണമായി കൊടുത്തുകൊണ്ടുമൊക്കെ അവരെ സന്തോഷിപ്പിച്ച് വിജ്ഞാനം കൊടുത്തിരുന്നു അഹ്ലുസ് സുഫയുടെ ആളുകൾ. നബിയുടെ വീട്ടുമുറ്റത്ത് തന്നെ തമ്പടിച്ചിരുന്ന അവർ 70ഓളം ആളുകളുണ്ടായിരുന്നു. അതിൽ പ്രമുഖനാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാൻ, ഒരു ദിവസം എനിക്ക് നല്ല വിശപ്പ്, ഇശാ കഴിഞ്ഞ സമയമാണ്. ഞാൻ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നു നിന്നു. സ്വഹാബത്തിൽ ഓരോരുത്തരും പോകുമ്പോൾ ഞാൻ അവർക്ക് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയും. സലാം പറയുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ശൈലിയും എൻ്റെ രീതിയും എൻ്റെ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സലാം പറച്ചിൽ. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട്. നമ്മുടെ പള്ളികളിലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇന്നും ജുമായ്ക്കും ജമാഅത്തിനും ഒക്കെ സംസ്കാരത്തിന് പോകുമ്പോൾ പണ്ട് കാലം മുതലേ ആളുകൾ വന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞ് എഴുന്നേറ്റ് പള്ളിയുടെ ഒരു മൂലയ്ക്ക് മാറി നിൽക്കും. പഴയ കാലത്തെ ഹാജിയാക്കന്മാരൊക്കെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചോ? ഇല്ലല്ലോ, വാ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും, അല്ലേ? അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു ശീലം അത് അന്നുമുണ്ട്, ഇന്നും പല ആളുകൾ അത് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എത്ര മുതഅല്ലിമീങ്ങൾക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ സലാം പലരോടും പറഞ്ഞിട്ടും എല്ലാവരും സലാം മടക്കിയതല്ലാതെ ആരും എന്നെ കൊണ്ടുപോയില്ല. ആർക്കും അങ്ങോട്ട് തിരിഞ്ഞില്ല, മനസ്സിലായില്ല. അവസാനം ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ പിന്നെ നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ഒരു ആയത്തിന്റെ സംശയം ചോദിച്ചു.
യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് ആ ആയത്തിന്റെ യാതൊരു സംശയവും ഇല്ല, എനിക്കതിന്റെ അർത്ഥം അറിയാം, 10 ഷറഹ് എഴുതാനുള്ള കിതാബിന്റെ വിവരമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഈ സംശയം ചോദിക്കലും അതിന്റെ ഉത്തരം പറയുന്നതിന് വേണ്ടി ഇടയിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാര്യം തിരിഞ്ഞോട്ടെ, ഞാൻ നല്ല വിശപ്പുള്ള ആളാണെന്ന് മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആയത്ത് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നല്ല വൃത്തിക്ക് അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തു, അതിന്റെ വിശദീകരണമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ ശരി വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് മുമ്പ് വീട്ടിൽ പോയി. സംഭവം ഏശിയില്ല. അടുത്ത ആൾ വന്നു, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോടും ഇതേ ആയത്തിന്റെ തന്നെ അർത്ഥം ചോദിച്ചു. അദ്ദേഹം പറയുന്നു, അപ്പോഴെനിക്ക് അർത്ഥമൊക്കെ അറിയാം, എല്ലാം മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ്, ഇതിലൂടെ വർത്തമാനത്തിലൂടെ തന്നെ തിരിയട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഭക്ഷണത്തിലേക്ക് ആവശ്യമുണ്ടെന്ന്, അത്രയേറെ വിശപ്പുണ്ട്, പക്ഷെ അഭിമാനം കൊണ്ട് പറയാൻ അവർക്ക് ആർക്കും സാധിച്ചിരുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആയത്ത് ചോദിച്ചു, അർത്ഥം പറഞ്ഞു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പോയി. പ്രതീക്ഷയെല്ലാം മങ്ങി നിൽക്കുമ്പോൾ പ്രതീക്ഷയിലുള്ള ഒരാളുണ്ട്, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ആയിഷ ഉമ്മയുടെ അടുക്കലേക്ക് കയറും തോന്നുമ്പോഴാണ് പള്ളിയുടെ വാതിക്കൽ നിൽക്കുന്നത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയിട്ട് കൈക്ക് പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ബീവി, എന്റെ കൂടെ ഇതാ അബൂ ഹുറൈറയുണ്ട്, അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട്, വലിയ സംശയങ്ങളും ബാക്കിയുണ്ട്. അദ്ദേഹത്തിന്റെ വിവരമൊക്കെ നബിക്കറിയാം. എന്താണുള്ളത് പറഞ്ഞു നബിയെ. അല്പം ഒരു ചെറിയ പാത്രത്തിൽ അല്പം പാലിരിപ്പുണ്ട്, വേറൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പാലുണ്ട് കേട്ടോ, നല്ല പാല്, മാഷാ അല്ലാഹ്. പാലെന്ന് പറഞ്ഞാൽ എല്ലാ ഗുണഗണങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ആഹാരമാണേത് പാല് എന്ന് പറയുന്നത്. പാലല്ലാത്ത ലോകത്ത് ഏത് ഭക്ഷണം കിട്ടിയാലും നമ്മൾ എന്ത് ദ്വാരക്കണം? നബിതങ്ങൾ പഠിപ്പിച്ചതാണ്, അല്ലാഹുമ്മ റുസുഖ്നി ഖൈറൻ മിൻഹ, ഇതിനേക്കാൾ ഉത്തമമായത് കിട്ടണേ എന്ന് ദ്വാരക്കണം. ഏത് ഭക്ഷണം, ലോകത്ത് ഏത് ഭക്ഷണം കഴിച്ചാലും പാലല്ലാത്ത മറ്റ് ഏത് വിഭവം കഴിച്ചാലും എന്ത് ദ്വാരക്കണം? ഇതിനേക്കാൾ ഉത്തമമായത് തരണേ അള്ളാഹു എന്ന് ദ്വാരക്കണം. പാല് കിട്ടിയാൽ ദ്വാരക്കണം, അള്ളാഹു ഇതിൽ ബറക്കത്ത് ചെയ്യണേ, അല്ലാഹുമ്മ സിദ് ഹാദാ, ഇത് എനിക്ക് നീ വർദ്ധിപ്പിക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ അർത്ഥം എന്താ? പാല് എല്ലാം ഉൾക്കൊള്ളുന്ന നല്ല സമ്പന്നമായ ഒരു ആഹാരമാണ്, നല്ലൊരു ഭക്ഷണമാണത്. നല്ല പാല് കിട്ടണം, നല്ല ആട്ടിൻപാല് അല്ലെങ്കിൽ നല്ല പശുവും പാല്. ആടാണ് ഏറ്റവും നല്ലത്. നല്ല കറന്ന് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ റാഹത്താണ്. ഇപ്പൊ ഇഷ്ടം പോലെ പാൽ ഉൽപ്പന്നം ഇറങ്ങിയിട്ടുണ്ട്, പല കമ്പനിയും പല കുപ്പിയും, മുരളിയ അത് ഇതെന്നൊക്കെ അറിയില്ലേ. ഇപ്പൊ വൈറ്റി എന്ന് പറഞ്ഞ പുതിയൊരു പാല് ഇറങ്ങുന്നുണ്ട്, കുപ്പിപ്പാൽ ഇറങ്ങുന്നുണ്ട്, അല്ലാതെ കവർ പാലുണ്ട്, പല കമ്പനികളുണ്ട്. ഏറ്റവും നല്ലത് എന്താ? നമുക്ക് പരിചയസമ്പന്നരായ ആരെങ്കിലും ഇത്തരത്തിലുള്ളതാകുന്ന ആട് മാടു ഒക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ നല്ല ആട്ടിൻപാല് തന്നെ വാങ്ങിയിട്ട് അത് കറന്ന് അത് ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കാൻ കിട്ടിയ ഏറ്റവും ബെറ്ററാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആഹാരം നബിതങ്ങൾ പരമാവധി കുടിച്ചിരുന്നതും അത് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മക്കൾക്കൊക്കെ കൊടുക്കുക, നല്ല ബുദ്ധി കൂർമ്മത ഓർമ്മശക്തിയൊക്കെ കിട്ടും. എല്ലാ ദിവസവും കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടിയാൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ ദ്വാരക്കണം, അല്ലാഹുമ്മ സിദ് ഹാദാ, ഇത് നീ വർദ്ധിപ്പിക്കണേ എന്ന് ദ്വാരക്കണം. അതുകൊണ്ട് തന്നെ അത് കുടിച്ചാൽ, എന്തിനാ അത് പറഞ്ഞത്? ഭക്ഷണത്തിനും പാനീയത്തിനും എല്ലാം ഉൾപ്പെട്ടതുമാണ് അത്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. അൽഹംദുലില്ലാ, പാല് കുടിച്ച് സംതൃപ്തിയടയ. നല്ല പുഞ്ചിരി വന്നു, മുഖത്തൊക്കെ സന്തോഷം വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ നാദി മല്ലഹും ജൂഉൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ വിശന്നിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവരെല്ലാം വിളിച്ചു കൊണ്ടുവരിക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ പോയി വിളിക്കാനെന്ന് അല്ലാഹ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സാധാരണ ഭക്ഷണത്തിന് ക്ഷണിക്കാൻ പറഞ്ഞ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ പെട്ടെന്ന് പോയി എല്ലാവരും ക്ഷണിക്കും. പക്ഷെ അന്ന് എനിക്ക് വലിയ സങ്കടമായി പോയി, മനസ്സിന് വിഷമമായി പോയി. കാരണം എന്താണ്? ഭക്ഷണം ആകെ അല്പേ ഉള്ളൂ, അല്പം പാലാണുള്ളത്. ഇത് ഈ കൗമിനെല്ലാം വിളിച്ചോണ്ട് വന്നാൽ എനിക്ക് കിട്ടത്തില്ല, ആകെ ടെൻഷനായി. അങ്ങനെ ഞാൻ നബിതങ്ങൾ പറഞ്ഞതല്ലേ, നേരെ പള്ളിയിൽ പോയി. പള്ളി തൊട്ടടുത്താണല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ പരിസരം തന്നെയാണ് മദീന പള്ളി. ഞാൻ പള്ളിയിൽ ചെന്നുകൊണ്ട് വിളിച്ചു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണത്തിന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് പള്ളിയിലുണ്ടായിരുന്നത്, വിശന്ന് വലഞ്ഞ പള്ളിയിലുണ്ടായിരുന്നത് 60ഓളം സ്വഹാബത്തായിരുന്നു. 60 പേര് വിളി കേട്ടുകൊണ്ട് വന്നു.
അല്ലാഹ്. അപ്പൊ എന്റെ മുഖം ഒന്നുകൂടി മ്ലാനമായി. കാരണം എന്താ? ഏകദേശം തീരുമാനമായി, പട്ടിണി ദായിമായി എന്ന് മനസ്സിലായി. അല്ലാഹു മുളക്കാക്കട്ടെ. 60 പേരാ വന്നിരിക്കുന്നത് ഈ പാൽ അല്പം കുടിക്കാൻ വേണ്ടി. നബി പറഞ്ഞിട്ട് പോയി വിളിച്ചതാണ്. വിളിച്ചപ്പോ പള്ളിയിൽ നിന്ന് എല്ലാവരും ഇങ്ങ് വന്ന്. അല്ലാഹു, എല്ലാരും വീട്ടുപടിക്ക വന്നിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രത്തിലെ പാലെടുത്തുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട് പറയുകയാണ്, നാവിൽഹും, അബൂ ഹുറൈറ, നീയാണ് ഇവർക്കെല്ലാവർക്കും നൽകേണ്ടത്. സാഖിൽ ഖൗമി ആഖിറുഹും, നീയാണ് അവസാനവും കുടിക്കേണ്ടതും, എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, പഠിച്ചു വെക്കണേ. റസൂലുള്ള ഒരു സാദാസീത മനുഷ്യനാണെന്ന് പറയുന്ന ആളുകൾ ഇന്നും ബിദ്അത്തിന്റെ ആളുകൾ സമൂഹത്തിലുണ്ട്. ഈ സമുദായത്തെ വഴിപിഴപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാദാസീത മനുഷ്യനല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കയ്യിലേക്ക് ആ പാലിന്റെ പാത്രം തന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നോട് പറഞ്ഞു, സാഖിൽ ഖൗമി ആഖിറുഹും, ഈ സമൂഹത്തിന് കുടിപ്പിക്കുന്ന നീ അവസാനമേ കുടിക്കാവുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ നബി തങ്ങൾ പറഞ്ഞതിന് പ്രകാരം അനുയായികൾ കുഴിച്ചു കൊടുത്തു. എല്ലാവരും വയറ് നിറച്ചു കുടിക്കുകയാണ്. 60ഓളം സ്വഹാബത്ത് കുടിച്ചു. ഞാൻ പാത്രത്തിലേക്ക് നോക്കി, മിച്ചമാണ്, അതേപോലെ തന്നെയുണ്ട്. ഞാനും വയറ് നിറച്ചു കുടിച്ചു. റസൂലുള്ളാഹി കൊടുത്തു, നബി തങ്ങളും കുടിച്ചു. വീണ്ടും ആ പാത്രം നോക്കുമ്പോ അതേപോലെ തന്നെ ബാക്കിയുണ്ട്. ഇതൊരു സാദാസീത മനുഷ്യനല്ല. അതാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമികൾ രേഖപ്പെടുത്തി വെച്ചത്. വമിനൽ സീരി സഖാ വഅതഅമ ജൈശഹു ഹത്താ തഫവ യസീറുഹു ലം യൻഫദി. ഇതൊരു സാദാസീത മനുഷ്യനായ കാണരുതേ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭം ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളെല്ലാവരും വിശന്ന് വലഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, 2.5 കിലോമീറ്ററോളം മതിയതാകുന്ന കിടങ്ങ് കുഴിക്കാൻ 2 മലകൾ കാണിച്ചു തന്നു. അതിനിടയിൽ വലിയ കിടങ്ങ് തീർക്കണം. മദീനയിൽ പോയി മദീന സിയാറത്ത് നടത്തിയിട്ടുള്ള വിശ്വാസികൾ കണ്ടിട്ടുണ്ടാകും. പരിശുദ്ധമാക്കപ്പെട്ട ഖന്തക്കിന്റെ പരിസരം, മസ്ജിദുൽ ഫതഹും അതിനോട് അനുബന്ധിച്ച് 7 പള്ളികളും ഇന്ന് ആ കിടങ്ങ് നിന്ന സ്ഥലം മുഴുവൻ റോഡായി പോയി. അത് 2 മലകൾക്കിടയിലുള്ള വലിയതാകുന്ന 2.5 കിലോമീറ്ററോളം നീളമുള്ള, 4 മീറ്ററോളം വലിയതാകുന്ന വീതിക്കുള്ള, 3 മീറ്ററോളം ആഴമുള്ളതായ വലിയതാകുന്ന കിടങ്ങ് കുഴിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്. എല്ലാ സഹാബത്തും പിക്കാസുമായി ഇറങ്ങുകയാണ്. എല്ലാവരും ഇറങ്ങിക്കൊണ്ട് വലിയ പാറകൾ വെട്ടി നിരത്തുകയാണ്. സഹാബത്ത് പറയുകയാണ്, വിശപ്പ് വല്ലാതെ കൂടി, ഞങ്ങളുടെ ശരീരം വല്ലാതെ ചൂടായി നിൽക്കുന്ന ശരീരത്തിലേക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി പാറ പൊട്ടിച്ചെടുത്തതാകുന്ന പാറയുടെ കഷ്ണമെടുത്ത് ഞങ്ങളുടെ വയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തുണി കൊണ്ട് വരിഞ്ഞു മുറുക്കി. എന്തിനാണ്? പാറയ്ക്കൊരു തണുപ്പുണ്ടല്ലോ, പാറ കല്ലുകൾക്ക് തണുപ്പുണ്ടല്ലോ. ആ തണുപ്പ് കിട്ടിയിട്ട് വയറൊന്ന് സമാധാനം പുൽകട്ടെ, വയറൊന്ന് ആശ്വസിക്കട്ടെ എന്ന് കരുതിയിട്ട് വിശപ്പിന്റെ കാഹളം കൂടിയപ്പോ പാറ പൊട്ടിച്ചെടുത്തിട്ട് വയറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ നിലകൊണ്ടു. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, 3 നേരം മൃഷ്ടാന ഭോജനം നടത്തിയിട്ട് 4ാമത്തെ നേരത്തിന് വേണ്ടി കുടുംബത്തോട് മത്സരിക്കുന്നതായ മക്കളില്ലയോ? സ്വന്തം ഭാര്യ പോലെ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ട നിലയ്ക്ക് ആഹാരം നൽകുന്നില്ല എന്ന് പറഞ്ഞ് പരസ്യമായി നട റോഡുകളിൽ നിന്നുകൊണ്ട് പ്രതിഷേധത്തിന്റെ സംഘടന നടത്തുന്ന, പ്രതിഷേധ സമരം നടത്തുന്നത് ഇന്നത്തെ ആധുനിക തലമുറക്ക് നേരെ കാണുകയാണ്. എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് ഈ തലമുറ എത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾ എത്ര വിശപ്പ് സഹിച്ചിട്ടാണ് അവർ നിലകൊണ്ടിട്ടുള്ളത്. 480 കിലോമീറ്റർ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് മദീനയിലെത്തി സുന്ദരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോ അവിടെയും ഞങ്ങൾ നിങ്ങളെ താമസിപ്പിക്കില്ല, നിങ്ങളെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മദീന മണ്ണിലേക്ക് മക്കയിൽ നിന്ന് 10,000-ഓളം വരുന്നതായ ശത്രുക്കൾ പ്രവാചകരെയും അനുയായികളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരുമ്പോ അവർക്ക് യുദ്ധമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കാൻ 2 മലകൾക്കിടയിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ട് നമുക്ക് രക്ഷാകവചം തീർക്കാമെന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുമ്പോ നബി തങ്ങൾ അലിയായുടെ വാക്ക് കേട്ടുകൊണ്ട് 2.5 കിലോമീറ്ററോളം ദൈർഘ്യതയിലുള്ള
വിശാലമായ കിടങ്ങ് കുഴിച്ചു നിൽക്കുമ്പോ വിശന്ന് വലഞ്ഞ സ്വഹാബത്ത് പാറക്കല്ലിന്റെ ചീലെടുത്തുകൊണ്ട് വയറിൽ വെച്ച് കെട്ടിക്കൊണ്ട് നിലകൊള്ളുന്നു. അവർ നോക്കുമ്പോ റസൂലുള്ളാഹി അതാ ആവേശത്തോടുകൂടി വികാസമായിട്ട് കിടങ്ങ് കുഴിക്കുകയാണ്. ഒരു ശക്തമായ കാറ്റങ്ങടിച്ച് വീശി നബി തങ്ങളുടെ മുകളിൽ കിടന്ന ഉത്തരീയം ഒന്ന് പറന്നു. ഞങ്ങൾ നോക്കുമ്പോ നബി തങ്ങളുടെ വയറ്റിൽ രണ്ട് പാറക്കല്ല് രണ്ട് സൈഡിലായി കെട്ടിവെച്ചിരിക്കുന്നു. വിശപ്പിന്റെ വിളിയാളം റസൂലുള്ളാഹിക്ക് വല്ലാതെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതൊരു സാദാസീത മനുഷ്യനല്ല. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാണ് ഈ വിശപ്പിന്റെ കാഹളം മുറുക്കി പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മദീനയിൽ ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുന്നത്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകനാണ് വിശന്ന് വലഞ്ഞതിന്റെ പേരിൽ രണ്ട് പാറക്കല്ലിന്റെ ചീലെടുത്തുകൊണ്ട് വയറിലേക്ക് ചേർത്ത് വെച്ച് തുണി കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് പ്രവാചകർ നിൽക്കുന്നത്. ഇത് കണ്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് സഹിച്ചില്ല. ഞാൻ വേഗം വീട്ടിലേക്ക് പോയി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വിഷമം പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അല്പം ഇതാ കഷ്ണമുണ്ട്, അല്പം ഇതാ മാംസമുണ്ട്, നബി തങ്ങൾക്ക് വേണിക്കാം, നബിയും കൂടെ രണ്ടുപേരെയും ക്ഷണിക്കാം. അങ്ങനെ പത്തിരി മാവ് കൊണ്ട് ചുടാൻ കൽപ്പിച്ച് ഞാൻ വേഗം നബിയെ വിളിക്കാൻ പോയി. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, തങ്ങൾക്കും രണ്ടുപേർക്കുമുള്ള അവസരമുണ്ട് റസൂലേ. വീട്ടിലേക്കൊന്ന് വന്നാലും വിശന്ന് വലഞ്ഞു നിൽക്കുകയല്ലേ, തങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം റസൂലേ, എന്റെ വീടൊന്നടുത്താണ്, വരുമോ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ ക്ഷണിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കൈയടിച്ചിട്ട് സ്വഹാബത്തിനെ വിളിക്കുകയാണ്. 1500ഓളം വരുന്ന സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, സ്വഹാബ, നമുക്കെല്ലാം വിരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. സൽക്കാരത്തിന് വേണ്ടി റസൂലുള്ള ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ഒരാളെയല്ല, രണ്ടുപേരെയല്ല, 3 പേർക്കുള്ള ഭക്ഷണ തലികയിലേക്ക് 1500 പേരെ ക്ഷണിക്കുകയാണ്. ഇന്നും ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ മനോഹരമായ ചരിത്രമാണ്. 10 പേരെ വിരുന്നൂട്ടുന്നിടത്ത് 20 പേരും ഒക്കെ, ഒരു 30 പേരും ഒക്കെ, 50 പേര് ശരി. ഇത് എത്ര പേരെയാണ്? 3 പേർക്കുള്ള പത്തിരി കഷ്ണത്തിലേക്ക് 1500 പേരെ വിരുന്നൂട്ടാൻ നബി തങ്ങൾ ക്ഷണിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. നബി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമനീര് കൊണ്ട് അതിൽ കലർത്തി കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. എന്നിട്ട് ആ പത്തിരി ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നു. അവസാന താളം കഴിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും കഴിച്ചു, റസൂലുള്ളാഹിയും കഴിച്ചു, വീട്ടുകാരും കഴിച്ചു. 1500ഓളം വരുന്ന ആളുകൾക്ക് പരിപൂർണമായി വിശപ്പടക്കാൻ അന്നത്തെ പത്തിരി കൊണ്ട് കഴിഞ്ഞു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ, ഇതൊരു സാദാസീത മനുഷ്യനല്ല. വമിനൽ സീരി സഖാവ അത്അമ ജൈശഹു ഹത്താ തഫവ യസീറുഹു ലം യൻഫദി. തന്റെ സൈന്യത്തെ മുഴുവനും ഭക്ഷണം കൊടുത്തുകൊണ്ട് പാനീയം കൊടുത്തു കൂട്ടിയ വ്യക്തിയാ. ഒരൽപ്പം പോലും കുറവ് വന്നിട്ടില്ല, ഒരൽപ്പം പോലും ഇല്ലാതായിട്ടില്ല. കുറവ് വന്നു, അത് വടിച്ചെങ്കിൽ ഓക്കെ. ഇതങ്ങനെയല്ല, തീരുന്നില്ല. അതങ്ങനെ തന്നെ, എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ നിലനിൽക്കാൻ. ഇതൊരു സാദാസീത മനുഷ്യനാണോ ചിന്തിക്കുക? ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എല്ലാവരും ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അല്പനേരം നബി തങ്ങളും സ്വഹാബത്തും ഇരുന്നു. ഏത് യാത്രയിൽ അങ്ങനെ തന്നെയാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അല്പനേരം എവിടെയെങ്കിലും വിശ്രമിക്കും. അങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീനയിലെ മരണവാർത്ത നബി തങ്ങൾ സ്വഹാബത്തുമായി പങ്കുവെക്കുന്നു. മുനാഫിക്കീങ്ങളുടെ നേതാവായ കപട വിശ്വാസികളുടെ നേതാവായ റിഫാ മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റിഫാ മരിച്ചു എന്ന് പറഞ്ഞു. റിഫാ എന്ന് പറഞ്ഞത് അന്ന് അക്കാലഘട്ടത്തിലെ മദീനയിലെ മുനാഫിക്കീങ്ങളുടെ കപട വിശ്വാസികളുടെ നേതാവാണ്. അപ്പൊ ഈ യുദ്ധത്തിലും കുറച്ച് കപട വിശ്വാസികൾ കൂടെ കൂടിയിട്ടുണ്ട്. അവര് പറഞ്ഞു, എന്താ ഈ ചങ്ങായി പറയുന്നു?
മുഹമ്മദ് നബി എന്താ പറയുന്നത്? നമ്മളാണ് ഇനിയും പോകാനായിട്ട് കിലോമീറ്ററുകൾ എങ്ങോട്ടേക്ക്? മദീനയിലേക്ക്. ഇവിടെ നിന്ന് മൂപ്പരങ്ങ് പറയുക റിഫാ മരിച്ചു, നമ്മുടെ നേതാവ് മരിച്ചു എന്നൊക്കെ വെറുതെ ഇങ്ങനെ എന്തിനാ പറയുന്നത്? ഇങ്ങനെ എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്നത്? വെറുതെ പറയാൻ എന്ന അർത്ഥത്തിൽ ഇവർ സംസാരിച്ചു. അല്പനേരം കഴിഞ്ഞ് വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിധങ്ങൾ പറഞ്ഞു, അതെ നമുക്ക് യാത്ര തുടരാം. എല്ലാവരും അവരുടെ ഒട്ടകം, എൻ്റെ ഒട്ടകം എന്ത് ഒട്ടകത്തെ റെഡിയാക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം കാണുന്നില്ല. ബാക്കി എല്ലാവരുടെയും ഒട്ടകത്തെ കെട്ടി. ഒട്ടകത്തെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒട്ടകം അതിന്റെ കടിഞ്ഞാൻ അഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ മുനാഫിക്കുകൾ ഒന്നുകൂടി ഇളകി. അങ്ങ് കിലോമീറ്റർ അപ്പുറത്തുള്ളതാകുന്ന റിഫാ മരിച്ച വിവരം ഇങ്ങനെ അറിഞ്ഞ് ഇവിടെ തൊട്ടപ്പുറത്ത് കെട്ടിയിട്ടിരുന്നതാകുന്ന ഒട്ടകം എവിടെയെന്ന് ഇപ്പൊ അന്വേഷിക്കുന്നത് മുഹമ്മദ്. ഇങ്ങനെയാണ് ഇപ്പൊ വലിയ ധൈര്യം എല്ലാവരും അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞങ്ങോട് തീരേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ഒട്ടകത്തെയാണോ നിങ്ങൾ ഈ പറഞ്ഞ നീതിക്ക് ആക്ഷേപിച്ചിട്ടുള്ളത്? എന്നാൽ മനസ്സിലാക്കണേ, അല്പം മുന്നോട്ടൊന്ന് പോകണം. ആ കാണുന്നതായ വലിയതാകുന്ന മരത്തിന്റെ ചുവട്ടിൽ എന്റെ ഒട്ടകമുണ്ട്. നിങ്ങൾ പോയി ഒന്ന് നോക്കണം. 2 കിലോമീറ്റർ അപ്പുറത്ത് എന്റെ ഒട്ടകം എത്തിയിട്ടുണ്ട്. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് ആ മരത്തിൻ്റെതായ ശിഖരങ്ങളിലേക്ക് അതിൻ്റെതായ വേരുകൾ ഉടക്കിക്കൊണ്ടവിടെ കടപ്പുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. فإن فضل رسول الله ليس له حد فيعرب عن هناتق بفمي. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം എത്രമേൽ പറഞ്ഞാലും ഒരിക്കലും തീരുവയില്ല. നബിതങ്ങൾ ആരാ? അനുസാരക്കാരനാണോ? പോയി നോക്കി സ്വഹാബത്ത് പോയി നോക്കുമ്പോൾ ശരിയാണ്, നബിയുടെ ഒട്ടകം 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലുള്ള അതിന്റെ വേരിൽ അതിന്റെ കടിഞ്ഞാണ് ഉടക്കി അവിടെ നിൽക്കുകയാണ്, സ്റ്റോപ്പായി. ഇവിടുന്ന് അഴിഞ്ഞു പോയതാണ്. നബി കറക്റ്റ് ആ വൈബ് പറഞ്ഞു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മദീനയിലെത്തി നോക്കുമ്പോ റിഫാ മരിച്ചിട്ടുണ്ട്, മുനാഫിക്കുകളുടെ നേതാവ് മരിച്ചിട്ടുണ്ട്. അന്വേഷിച്ചു. നബിതങ്ങൾ പറഞ്ഞ സമയം കൃത്യം. നബി എപ്പോഴാണ് പറഞ്ഞത്, പ്രവചിച്ചത്, ആ സമയത്ത് തന്നെയാണ് റിഫാ മരിച്ചത്. സുബ്ഹാനല്ലാഹ്. ആളുകൾ അത്ഭുതപരതന്ത്രരായി. അപ്പോഴാണ് സ്വഹാബത്തിൽ പല ആളുകൾ മുനാഫിക്കീങ്ങൾക്കും വിശ്വാസം രൂഢമൂലമാകുന്നത്. ഇതൊരു സാധാ സീത മനുഷ്യനല്ല. ഇന്നുമുണ്ട് അത്തരത്തിലുള്ള മുനാഫിക്കുകൾ. നബി തങ്ങളൊരു സാധാ മനുഷ്യനാണെന്ന് പറയുന്ന അത്തരക്കാരായ ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്. തിരിച്ചറിഞ്ഞോ? ഇതൊരു സാധാ സീത മനുഷ്യനല്ല. യുദ്ധം കഴിഞ്ഞു വരുന്ന ഒരു സമയത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ഒരു സ്ഥലത്ത് തമ്പടിച്ചു. എഴുന്നേൽക്കുന്ന സമയത്ത് കൂരാകൂരു ഇരുട്ടാണ്. യാത്ര തുടങ്ങുന്ന സമയത്ത് അവരുടെ ഒട്ടകത്തിന്റെ കയറ് കാണുന്നില്ല, വെച്ച സാമഗ്രികൾ കാണുന്നില്ല, മരുഭൂമിയിലാണ്. നബി തങ്ങൾ പറഞ്ഞു ഇപ്പോൾ പോകണം. ആളുകൾ പറഞ്ഞു എങ്ങനെ പോകും, വെളിച്ചമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅശാറ ബിയദിഹി, തന്റെ വലത് കൈ ഉയർത്തുകയാണ്. മാഷാ അല്ലാഹ്, കയ്യിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് അടിച്ചു വീശുകയാണ്. ആ പ്രകാശത്താൽ ഞങ്ങളുടെ സാമഗ്രികൾ കണ്ടെടുത്തു എന്ന് സ്വഹാബത്ത് ലോകത്തോട് പറയുകയാണ്. എന്റെ കയ്യിൽ നിന്ന് ഞാൻ നെയ്തുകൊണ്ടിരിക്കവേ എന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് വീണുപോയി. ആയിഷ ഉമ്മ പറയുകയാണ്, നിലത്ത് വീണ് കിടക്കുന്ന ചെറിയ സൂചി ഞാനിങ്ങനെ കൈകൊണ്ട് തപ്പിത്തടഞ്ഞു, കിട്ടുന്നില്ല. കൂരാകൂര് ഇരുട്ടാണ്. വീട്ടിനുള്ളിൽ കടന്നു വരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരുടെ മുഖത്ത് നിന്ന് ശരീരത്തിന് നടിച്ചു വീശിയ പ്രകാശത്താൽ നിലത്ത് വീണു പോയതാകുന്ന എന്റെ സൂചി ഞാൻ കണ്ടെടുത്തു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ